ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ ദേവസ്വം മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വാദം കേൾക്കും. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യം തേടിയാണ് വാസുവിന്റെ ഹർജി. കേസിലെ മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിലും ഇന്ന് വാദമുണ്ട്. ലിജോ റോളൻസ് കൊച്ചിയിൽ നിന്ന്. ലിജോ, സ്വാഭാവിക ജാമ്യത്തിന് അർഹത നേടിക്കഴിഞ്ഞോ ഈ വാസു? നിഷാദെ, ഈ കട്ടിളപ്പാളി കേസിലാണ് എൻ വാസു മൂന്നാം പ്രതിയായിട്ട് അറസ്റ്റിലാകുന്നത്. നവംബർ മാസം 11-ാം തീയതി അറസ്റ്റിലാകുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 93 ദിവസം പൂർത്തിയാവുകയാണ്. ഇതോടുകൂടെ 90 ദിവസം ആയപ്പോൾ തന്നെ ഹർജി നൽകിയിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം കോടതി ഇത് പരിഗണിക്കാൻ എടുക്കുകയും ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതിയിൽ അല്പസമയത്തിനകം തന്നെ വാസുവിന്റെ ജാമ്യ ഹർജിയിലായിരിക്കും ആദ്യം വാദം കേൾക്കുക. അതായത് സ്വാഭാവിക ജാമ്യത്തിന് തനിക്ക് അർഹതയുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് വാസു കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന്മേലുള്ള വാദം നടക്കുകയും ചെയ്യും. ഇതുവരെയും അതായത് 4 പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതിൽ 3 പേർക്ക് സ്വാഭാവിക ജാമ്യമാണ്. വാസുവിനും അത്തരത്തിൽ ലഭിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപക്ഷെ വിധി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം വിധി പറയുകയും അടുത്ത ദിവസം തന്നെ കോടതിയിൽ ജയിലിൽ നിന്ന് മോചിതനാകാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്ത്രിയുടെ ജാമ്യ ഹർജിയാണ്. റിമാൻഡ് കാലാവധി 90 ദിവസമൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും തന്ത്രി ജാമ്യ ഹർജി 2 കേസുകളിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ തന്ത്രിയുടെ വാദങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ബി രാമൻപിള്ളയാണ് തന്ത്രിക്ക് വേണ്ടി ഓൺലൈനായി ഹാജരാകുകയും ചെയ്തത്. ശക്തമായ വാദമുഖങ്ങൾ തന്നെയായിരുന്നു 2 മണിക്കൂർ നീണ്ടുനിന്നത്. അതിനി പ്രോസിക്യൂഷൻ അക്കാര്യങ്ങളിൽ പറയേണ്ടുന്ന കാര്യങ്ങളായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വാദത്തിൽ അവതരിപ്പിക്കുക. അതിനുശേഷം SIT റിപ്പോർട്ട് കൂടെ പരിഗണിച്ചതിന് ശേഷമായിരിക്കും കോടതി തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകണമോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത്.